ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയാലോ? ഗുജറാത്തി ട്രഡീഷണൽ സ്വീറ്റായ മോഹൻദാൽ ബർഫി റെസിപ്പിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് കടലപ്പൊടി ബേസൻ പൗഡർ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ബർഫി അല്ലെങ്കിൽ സ്വീറ്റ് തയ്യാറാക്കുമ്പോൾ പശുവിൻ നെയ്യ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ല സ്വാദ് നൽകുക. ഇനി ഇതൊന്ന് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ പൊടിയിൽ പാലും നെയ്യും നന്നായി പിടിക്കത്തക്ക രീതിയിൽ 2 കൈ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തമ്മിൽ ഉരസി നന്നായി പൗഡർ രൂപത്തിലെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം പൗഡർ രൂപത്തിലായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒന്നുകൂടി നൈസായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നൈസായിട്ട് ബേസൻ പൗഡർ പൊടിയാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ബേസൻ പൗഡറിന് 3/4 കപ്പ് നെയ്യ് എന്ന വിധത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട്, ഇപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോയിലാണ് വേണ്ടത്. ഇനി നന്നായി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കടലപ്പൊടി നന്നായി നെയ്യിലിട്ട് വെന്ത് വരണം. നെയ്യിൽ നിന്ന് കടലപ്പൊടി വിട്ടുവരുന്ന രീതിയിലായിരിക്കണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നെയ്യൊക്കെ ഏകദേശം വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും കൈയെടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1/2 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും കൃത്യമായിരിക്കണം. എന്നാലേ നമുക്ക് ബർഫി നല്ലപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. ഇപ്പം മുഴുവൻ പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം മിക്സായി വന്നിട്ട് നല്ലൊരു ഉറച്ച രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് ബേസൻ പൗഡർ, 3/4 കപ്പ് നെയ്യ്, 1 കപ്പ് പഞ്ചസാര. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പഞ്ചസാര പാനി നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് ബർഫി തയ്യാറാക്കാനുള്ള പ്ലേറ്റ് കൂടി റെഡിയാക്കി വെക്കാം. കുറച്ച് ബട്ടർ അടിയിൽ തടവി കൊടുത്തു. അതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചെടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് നമുക്ക് തടവി കൊടുക്കാം. പഞ്ചസാര പാനി ഒരു നൂൽ പരുവായുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചൊരു 20 പിസ്ത ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു നൂൽ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിലേക്ക് പഞ്ചസാര പാനിയിലേക്ക്
പഞ്ചസാര ലായനിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടി കളറ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാഫ്രോൺ പൗഡർ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാൽ തന്നെ നല്ല കളറ് ബർഫിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നല്ല മണവും ഒക്കെ റൂമിൽ മുഴുവൻ, കിച്ചണിൽ മുഴുവൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ബർഫി തയ്യാറാക്കാനുള്ള ട്രേയിലേക്ക് മാറ്റി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മാറ്റിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന പിസ്ത പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മോഹൻദാൽ ബർഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മോഹൻദാൽ റെസിപ്പി ബർഫി ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.